നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവാവിന്റെ ആത്മഹത്യ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കള്ളക്കേസെടുത്ത് പീഡിപ്പിച്ചതിലെ മനോവിഷമത്തിലെന്ന് ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ 21 ആരംഭിക്കും. നൃത്ത സംഗീതോത്സവം, വിശേഷാൽ പൂജകൾ, എഴുത്തിനിരുത്തൽ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരക്കിട്ട കുടുംബജീവിതത്തിൽ അച്ഛനെയും അമ്മയെയും മറന്നുപോകുന്ന സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചലച്ചിത്ര താരം TG രവി അഭിപ്രായപ്പെട്ടു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന കലോത്സവം ഉദ്ഘാടനം TG രവി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുനെയാണ് വീടിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വനംവകുപ്പിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കള്ളക്കേസെടുത്ത് പീഡിപ്പിച്ചതിൽ മനം നൊന്താണ് മിഥുൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മിഥുൻ ഉൾപ്പെടെ 3 പേരെ കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 6 മാസം മുമ്പ് പന്നിമാംസം വാങ്ങിച്ചുവെന്നാണ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം. മിഥുനെതിരെ കള്ളക്കേസെടുക്കുകയായിരുന്നുവെന്നും ജാമ്യത്തിലിറങ്ങിയ മിഥുൻ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നും ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ മിഥുനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിനു സമീപത്തുള്ള പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഇപ്പോൾ അവൻ അത്രയും മനോവിഷമത്തിലായിരുന്നുണ്ടായത്. കാരണം ഇവർ അറസ്റ്റ് ചെയ്തതിൻ്റെ വിഷമമല്ല, ഒരു 3 മാസം മുന്നേ മേടിച്ച 1 കിലോ പന്നിയിറച്ചി മേടിച്ചു എന്ന ഒരു കാരണത്തിൻ്റെ പേരിലാണ് ഈ മിഥുൻ എന്ന വ്യക്തിയെ അവർ പിടിച്ചുകൊണ്ടുപോവുകയും അവനെ പിറ്റേ ദിവസം അവൻ പിടിച്ചുകൊണ്ടുപോയാൽ ആ കേസിന് അവർ അറസ്റ്റ് ചെയ്തോട്ടെ, അത് അതിനുള്ള നടപടി എടുത്തോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല. പക്ഷേ അവനെ പിന്നീട് ന്യൂസുകളിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം പിറ്റേ ദിവസം ഇവരെ ഒരു 3 പേരെ അവർ സ്ഥിരം പന്നിയെ വേട്ടയാടുന്ന കെണിവെച്ച് പിടിക്കുന്ന വ്യക്തികളെ ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് സ്ഥിരം ഇത് തന്നെയാണ് അവരുടെ പണിയെന്ന് വിൽപ്പനക്കാരായിട്ട് ഈ കാട്ടുപന്നിയുടെ ഇറച്ചി വിൽപ്പനക്കാരായിട്ട് ചിത്രീകരിച്ച ആ വിഷമത്തിലാണ് ഈ മിഥുൻ എന്ന വ്യക്തി ഇന്നിപ്പോൾ ഇന്ന് പ്രവർത്തി ചെയ്തിരിക്കുന്നത്. ഇതിൽ നാട്ടുകാരെല്ലാം വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇതിനെ എല്ലാ നടപടികളും ഇതിനുവേണ്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ വരെ ഇപ്പോൾ എല്ലാവരും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും, ഫോറസ്റ്റ് സ്റ്റേഷന് ഒരു വിരോധം ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കുടുംബത്തിലെ ഏക ആശ്രയമായ മിഥുൻ കാഞ്ഞിരക്കോട് സെന്ററിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ 21 തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21 വൈകിട്ട് 6 നവരാത്രി മണ്ഡപത്തിൽ ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ പുരസ്കാരം കലാമണ്ഡലം രാമചാക്യാർക്ക് ഡോക്ടർ KG പൗലോസ് നൽകും. മമ്മിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ GK പ്രകാശൻ അധ്യക്ഷത വഹിക്കും. മഹാദേവൻ തിരുവനന്തപുരത്തിന്റെ വീണ കച്ചേരിയുമുണ്ടാകും. സെപ്റ്റംബർ 22 രാവിലെ മുതൽ നവരാത്രി മണ്ഡപത്തിൽ മേൽശാന്തി രുദ്രൻ നമ്പൂതിരി പൂജകൾക്ക് തുടക്കം കുറിക്കും. 22 മുതൽ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ സരസ്വതി വന്ദനവും 8 മുതൽ സംഗീതാർച്ചനയും വൈകിട്ട് നൃത്താർച്ചനയും ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6:30 മുതൽ പ്രഗത്ഭ സംഗീതജ്ഞരുടെ കച്ചേരികളും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. സെപ്റ്റംബർ 29 വൈകിട്ട് ഗ്രന്ഥംവെപ്പ് നടക്കും. ഒക്ടോബർ 1 മഹാനവമി ദിവസം രാവിലെ 5 മുതൽ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വേദസാര ലളിത സഹസ്രനാമലക്ഷാർച്ചന, രാവിലെ 8 ഗുരുവായൂർ മുരളിയുടെ നാഗസ്വര കച്ചേരി, തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവയുമുണ്ടാകും. ഒക്ടോബർ 2 വിജയദശമി ദിവസം രാവിലെ 8 മണിക്ക് നവരാത്രി മണ്ഡപത്തിലെ പൂജകൾക്കുശേഷം മേൽശാന്തിമാരായ ശ്രീരുദ്രൻ നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി എന്നിവർ കുട്ടികളെ എഴുത്തിനിരുത്തും. വൈകിട്ട് 6:30 മുതൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി അരങ്ങേറും. ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, ബോർഡ് മെമ്പർമാരായ KK ഗോവിന്ദദാസ്, KK വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ N ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ 21
ഞായറാഴ്ച വൈകുന്നേരം ആരാധനായ ഗുരുവായൂർ MLA ശ്രീ NK അക്ബർ ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം തന്നെ അമീർ ദേവസ്ഥത്തിന്റെ പുരസ്കാരം കൃഷ്ണൻകുട്ടി നായർ ചുമർചിത്ര കലാകാരനായ കൃഷ്ണൻകുട്ടി നായരുടെ പേരിലുള്ള പുരസ്കാരം ശ്രീ കലാമണ്ഡലം രാമചാക്യർക്ക് മുൻ കലാമണ്ഡലം വൈസ് ചാൻസലർ ശ്രീ KG പൗലോസ് അവർ നൽകും. പിന്നീട് 22-ാം തീയതി മുതൽ വിവിധ കലാപരിപാടികളുണ്ടാവും, കച്ചേരിയായിട്ടും. ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ UDF കൗൺസിലർമാർ മെഴുകുതിരി കത്തിച്ചു പ്രതിഷേധിച്ചു. തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി ചെയ്യാത്തതിനാൽ കൂടുതൽ പ്രദേശങ്ങളിലും ഇവ കത്തുന്നില്ലെന്നും കൗൺസിലർമാർ നിരന്തരമായി പരാതികൾ പറയുമ്പോൾ ശരിയാക്കാം എന്ന പഴമൊഴി മാത്രമാണ് മറുപടിയെന്നും UDF നേതാക്കൾ ആരോപിച്ചു. പല പ്രദേശങ്ങളിലും തെരുവ് ലൈറ്റുകൾ കത്താത്തതിൽ പ്രദേശങ്ങളിലെ ജനങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് ജനപ്രതിനിധികളോട് പ്രതികരിക്കുന്നത്. ഈ വിവരങ്ങൾ ജനപ്രതിനിധികൾ നഗരസഭയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിക്കാറുണ്ടെങ്കിലും ചെയർമാൻ അടക്കമുള്ളവർ മൗനത്തിലിരിക്കുകയാണ് പതിവെന്നും ഇവർ പറഞ്ഞു. പ്രതിഷേധ സമരത്തിന് UDF കൗൺസിലർമാരായ KP ഉദയൻ, KPA റഷീദ്, BV ജോയ്, CS സൂരജ്, KM മെഹറൂഫ്, അജിത അജിത്ത്, ശിൽവ ജോഷി, ജീഷ്മ സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി. പരാതി പറയേണ്ടവരുടെ സമീപത്ത് തന്നെ ഈ പരാതികൾ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. നിരന്തരമായി വലിയ രീതിയിൽ രൂക്ഷമായി പ്രതിഷേധം നടത്തുമ്പോൾ താൽക്കാലികമായി കുറച്ച് ലൈറ്റുകൾ വന്ന് നന്നാക്കുക എന്നുള്ളതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഗുരുവായൂർ നഗരസഭയ്ക്കോ നഗരസഭ ഭരിക്കുന്ന ചെയർമാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ പട്ടാപ്പകൽ വെളിച്ചത്തിൽ പോലും മെഴുകുതിരി കത്തിച്ച് നഗരസഭയുടെ ഈ കാര്യാലയത്തിന് മുന്നിൽ ഞങ്ങൾ പ്രതിഷേധം നടത്തുന്നത്. നമ്മുടെ തിരക്കിട്ട കുടുംബജീവിതത്തിൽ അച്ഛനെയും അമ്മയെയും മറന്നുപോകുന്ന സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചലച്ചിത്ര താരം TG രവി അഭിപ്രായപ്പെട്ടു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയപ്പോൾ ക്ഷേത്രനടയിൽ അന്തിയുറങ്ങുന്ന നിരവധി വയോജനങ്ങളെ കണ്ടിരുന്നു. കുടുംബത്തിൽ നിന്ന് മക്കൾ നടതള്ളിയിട്ടുള്ള അച്ഛനമ്മമാരാണ് അവരിൽ ഏറെയും. മക്കൾക്ക് ചെറിയൊരു സ്നേഹം മനസ്സിൽ എവിടെയോ ഒരു തരി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ചോറ്റാനിക്കരയിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത്. കാരണം അവിടെ നിന്ന് ഭക്ഷണം ലഭിക്കും. ജീവിതത്തിന്റെ സംസ്കാരം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരാളുടെയും കുറ്റമല്ല. നേരം വെളുക്കുമ്പോൾ തന്നെ അച്ഛന്റെയും അമ്മയുടെയും അട്ടഹാസം കേട്ടുകൊണ്ടാണ് കുട്ടികൾ എഴുന്നേൽക്കുന്നതെന്നും TG രവി കൂട്ടിച്ചേർത്തു. ഇതൊക്കെ മക്കൾ നടതള്ളിയ അച്ഛനമ്മമാരാണ്. മക്കൾ കുടുംബത്തിൽ നിന്ന് നടതള്ളിയിട്ടുള്ള അച്ഛനമ്മമാരാ എന്ന ചെറിയ സ്നേഹം മനസ്സിൽ എവിടെയോ കിടപ്പുണ്ട് ഇവർക്ക്. അതുകൊണ്ടാണ് ഈ ചോറ്റാനിക്കരെ കൊണ്ടുവിടുന്നത്. കാരണം അവിടുന്ന് ഭക്ഷണം കിട്ടും. അതെങ്കിലും കിട്ടിക്കോട്ടെ എന്നൊരു വിചാരമെങ്കിലും മുഴുവൻ പോയിട്ടില്ല മനസ്സിൻ്റെ അകത്തുനിന്ന്. ഞാനിത് പറയുന്നത് നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനകത്ത്, കുടുംബജീവിതത്തിൻ്റെ അകത്ത് അച്ഛനെ അമ്മയും മറന്നുപോകുന്നൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ പലപ്പോഴും. നമ്മുടെ ജീവിതത്തിലെ സംസ്കാരം തന്നെ മാറി. ഒരാളുടെയും കുറ്റമല്ലെന്നേ. നേരം വെളിച്ചാകുമ്പോൾ തന്നെ അമ്മയുടെ അച്ഛൻ്റെയും അട്ടഹാസം കണ്ടിട്ടാണ് കുട്ടികൾ എണീക്കുക. സ്കൂളിൽ പോകാൻ സമയമായി, കുട്ടി കിടന്ന് ഉറങ്ങുമായിരിക്കും. എണീക്കടി എത്ര നേരമായി കിടന്ന് ഉറങ്ങുന്നു പോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക. ആദ്യം തന്നെ ആദ്യത്തെ വിളി അങ്ങനെയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ശാരി ശിവൻ, ലളിത ഗോപി, NK ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. TG രവിക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപഹാരം ആൻസി വില്യംസ് സമ്മാനിച്ചു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ള വയോജനങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് 2025-26 ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി HDPE ചട്ടികളും ജൈവ വളങ്ങളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. കുന്നംകുളം കൃഷിഭവൻ പരിധിയിലെ അങ്കണവാടികൾക്കും SC ജനറൽ വനിതാ ഗ്രൂപ്പുകൾക്കുമാണ് സൗജന്യമായി വിതരണം ചെയ്തത്. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന വിതരണ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ T സോമശേഖരൻ, സജിനി പ്രേമൻ, പ്രിയ സജീഷ് എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ് പദ്ധതി വിശദീകരിച്ചു. കുന്നംകുളം കൃഷിഭവൻ ഓഫീസർ S ജയൻ, YS അനിൽകുമാർ, ICDS സൂപ്പർവൈസർമാരായ ലത, ജിഷ തുടങ്ങിയവർ പങ്കെടുത്തു.
കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണം നടത്തി. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജയലക്ഷ്മി നിർവഹിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി ബ്രില്യന്റ്, ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർമാരായ ജോസി പോന്നൂർ, സിസ്റ്റർ ജിസ്പ്രിയ, റോവർ ലീഡർമാരായ മുരളീധരൻ, MV സുന്ദരൻ, സുരേഷ് പാലായിൽ, റേഞ്ചർ ലീഡർ സുധ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ ഹാസിയ തീരം ശുചീകരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. കുന്നംകുളം, ചാവക്കാട്, മുല്ലശ്ശേരി ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നും 250ഓളം സ്കൗട്ട് ഗൈഡ്സ് അംഗങ്ങൾ ശുചീകരണത്തിൽ പങ്കെടുത്തു. 16 ചാക്ക് പ്ലാസ്റ്റിക് ശേഖരിച്ച് നഗരസഭയ്ക്ക് കൈമാറി. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. തൃശൂർ അതിരൂപത KLM ഓഫീസിൽ നടന്ന ചടങ്ങിൽ അതിരൂപതയിലെ എല്ലാ ഇടവകയിൽ നിന്നുമുള്ള അർഹരായ സ്ത്രീകൾക്കാണ് തയ്യൽ മെഷീൻ വിതരണം ചെയ്തത്. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. KLM അതിരൂപത ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് ആമുഖ പ്രഭാഷണം നടത്തി. KLM അതിരൂപത പ്രസിഡന്റ് മോളി ജോബി അധ്യക്ഷയായി. UTA കൺവീനർ ഷാജു ആന്റണി പദ്ധതി വിശദീകരിച്ചു. ജനറൽ സെക്രട്ടറി ബേബി വാഴക്കാല, ഫ്രാഞ്ചി ആന്റണി, ബിജു ചിറയത്ത്, ബേബി ഡേവിസ്, ലിസി ബാബു എന്നിവർ സംസാരിച്ചു. ഷാജു എളവള്ളി, ജോയ് മാളിയേക്കൽ, മോളി വർഗീസ്, ലിംസി ജോയ്, ആൻഡ്രൂസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. തയ്യൽ തൊഴിലാളി ഫോറത്തിലെ തെരഞ്ഞെടുത്ത തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തത്. തൃത്തല ബ്ലോക്ക് SC കോർഡിനേറ്ററായ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂറ്റനാട് പിലാക്കാട്ടിരി പൂവക്കൂട്ടത്തിൽ വീട്ടിൽ 30 വയസ്സുള്ള ശ്രുതിമോളാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെ വീട്ടിലെ കിടപ്പുമുറിയിൽ ബോധരഹിതയായ അവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഭർത്താവ് സാജൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. SNDP യോഗം ഗുരുവായൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി SNDP യോഗം സംഘടനാ ചരിത്രം എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. യോഗം കൗൺസിലർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു. യോഗം മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി VM ശശി കോട്ടയം ക്ലാസ് നയിച്ചു. യൂണിയൻ സെക്രട്ടറി PA സജീവൻ, യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ AS വിമലാനന്ദൻ, PP സുനിൽകുമാർ, ശൈലജ കേശവൻ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം PV ഷൺമുഖൻ, യൂണിയൻ കൗൺസിലർ KG ശരവണൻ, യൂത്ത് മൂവ്മെന്റ് അംഗം KR ഉണ്ണികൃഷ്ണൻ, വനിതാ സംഘം അംഗം ഗീത സഹദേവൻ, വൈസ് പ്രസിഡന്റ് MA ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം CA സുഗതൻ ദീപാർപ്പണം നിർവഹിച്ചു. രാവിലെ ഗുരുപൂജ, ഗുരു പുഷ്പാഞ്ജലി, അഷ്ടോത്തര, നാമാവലി, ഭജനാവലി എന്നിവയും നടന്നു. ചാവക്കാട് കോഴിക്കുളങ്ങര ക്ഷേത്ര പരിസരത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനെതിരെ BJP 17ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി അംഗം M ജനാർദ്ദനൻ, സുജ സുധീർ, ഷാജിലൻ താമരശ്ശേരി, KN പ്രമോദ്, പ്രസാദ് കണ്ടമ്പുള്ളി, സുനിൽ പൂക്കോട്ടിൽ, ചാവക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. 3 മാസത്തോളമായി പരിസരത്ത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നുണ്ട്. വാർഡ് കൗൺസിലറെയും മറ്റു ബന്ധപ്പെട്ട അധികൃതരെയും വിവരം അറിയിച്ചിട്ടും നടപടിയൊന്നുമില്ലെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ BJP ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സ്കിൽ ഡെവലപ്മെന്റ് സെല്ലിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. യൂണിവേഴ്സിറ്റി എംപ്ലോയേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സഹകരണത്തോടെ കരിയർ മീറ്റും ഇതോടൊപ്പം നടത്തി. പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, KS ബാലഗോപാലൻ, C മനോജ്, യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ചീഫ് KN ശ്രീകുമാരി, വിദ്യാർത്ഥി പ്രതിനിധി അഖിനേഷ് എന്നിവർ പങ്കെടുത്തു. സ്കിൽ ഡെവലപ്മെന്റ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ K അമ്പിളി സ്വാഗതവും IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ നന്ദിയും പറഞ്ഞു. ഇൻഡസ്ട്രിയലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടപ്സ് പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ആണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് മറ്റ് ഏജൻസികളും ചേർന്നുകൊണ്ട് നടന്നു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമും കൂടെ അതിന്റെ അഡീഷൻ ആയിട്ട് നല്ലൊരു പ്രോഗ്രാമായിട്ട് വരും. അതിന്റെ ഗുണം ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നല്ലൊരു പാരമ്പര്യമുള്ളത്, ഒരുപാട് നല്ല അലുമിനീസും ഒക്കെ പഠിച്ചു പോയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ്. നല്ലൊരു ക്യാമ്പസും എല്ലാം കൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ കോളേജ്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക്
അതേപോലെ തന്നെ എല്ലാവരും ആശംസകളും അറിയിക്കുകയാണ്. VVIPs വിസിറ്റ് ചെയ്യുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഗുരുവായൂർ എല്ലാവരും വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെയാണ് ചോപ്രോസ് ലാൻഡ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചൂണ്ടലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻ മരം റോഡിലേക്ക് പൊട്ടി വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ചൂണ്ടൽ ഗുരുവായൂർ പാതയിൽ ജവാൻ റോഡിന് എതിർവശത്തുള്ള പറമ്പിൽ നിന്നാണ് കൂറ്റൻ കുടംപുളി മരത്തിന്റെ നടുഭാഗം പൊട്ടി റോഡിലേക്ക് പതിച്ചത്. ഈ സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലേക്കാണ് മരം പൊട്ടി വീണത്. രാവിലെ 7ഓടെയായിരുന്നു അപകടം. അല്പം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലുണ്ടാകുമായിരുന്നു. ഇത് വലിയ അപകടത്തിന് കാരണമാവുകയും ചെയ്യുമായിരുന്നു. മരം വീണ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മുറിച്ചു നീക്കാൻ സാധിച്ചിരുന്നില്ല. സ്ഥലത്തിന്റെ ഉടമയായ പുലിക്കോട്ടിൽ റോസ വർഷങ്ങളായി മകന്റെ ജോലിസ്ഥലത്താണ് താമസിച്ചു വരുന്നത്. പഞ്ചായത്ത് മെമ്പർ നാൻസി ആന്റണി സ്ഥലമുടമയുമായി ബന്ധപ്പെട്ടതിനുശേഷം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് മരം മുറിച്ചു മാറ്റിയത്. മരം വീണതിനെ തുടർന്ന് സമീപവാസിയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ലൈൻ പൊട്ടിയ നിലയിലാണ്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സാനിറ്ററി പാഡ് നശിപ്പിക്കുന്നതിനായി വിദ്യാലയത്തിൽ നഗരസഭ സ്ഥാപിച്ച ഇൻസിനറേറ്ററിന്റെ ഉദ്ഘാടനവും നടന്നു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും നർത്തകിയുമായ M. നീതു മോഹൻ മുഖ്യാതിഥിയായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T. സോമശേഖരൻ, പ്രിയ സജീഷ്, വാർഡ് കൗൺസിലർ ബിജു C. ബേബി, SMC ചെയർമാൻ VK സുനിൽകുമാർ, കൺവീനർ K. ഷീജ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻ PTA പ്രസിഡന്റുമാരെയും SMC ചെയർമാനെയും ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാ മത്സരങ്ങളും ആരംഭിച്ചു. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ ഹരിത വൈവിധ്യ കാർഷികോദ്യാന പരിപാലനം തുടങ്ങി. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് M. ബാലാജി തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കൃഷിയുടെ പ്രാധാന്യത്തെയും കൃഷി പരിപാലനത്തെക്കുറിച്ചും വിദ്യാർത്ഥികളോട് സംവദിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബാലാജിയെ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽമാരായ വെങ്കിട്ടമൂർത്തി, ജനീർ ലാൽ, PTA വൈസ് പ്രസിഡന്റ് പ്രീത, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അലി കോട്ടോൽ, PM ഹമീദ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് മേഴ്സി മാത്യു സ്വാഗതവും കാർഷിക ക്ലബ് സെക്രട്ടറി ജയശ്രീ ടീച്ചർ നന്ദിയും പറഞ്ഞു. നമുക്ക് കഴിക്കാനുള്ള ചോറോ കറികളോ ഇഡ്ഡലിയോ ദോശയോ ഭക്ഷ്യധാന്യങ്ങളോ അരിയോ ഗോതമ്പോ ഡൗൺലോഡ് ചെയ്ത് കിട്ടുമോ? 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 കിട്ടില്ല. അതെങ്ങനെ കിട്ടണം? മണ്ണിലിറങ്ങി പണിയെടുക്കണം. അങ്ങനെ മണ്ണിലിറങ്ങി പണിയെടുക്കാൻ ആളില്ലാതെ വന്നാൽ എന്താ എന്തിനാ പറ. ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് VS സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ സത്യാഗ്രഹമിരിക്കുന്ന MLA-മാരായ സനീഷ് കുമാർ ജോസഫിനും AKM അഷ്റഫിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് നയിക്കുന്ന സത്യാഗ്രഹ സമരത്തിന് തുടക്കമായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് സമരം ഉദ്ഘാടനം ചെയ്തു. മുൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയശങ്കർ അധ്യക്ഷനായി. നേതാക്കളായ AP വിൻസെന്റ്, ബിജോയ് ബാബു, CI ഇട്ടി മാത്യു, PI തോമസ്, KC ബാബു എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ബഹുമാനനായ മുഖ്യമന്ത്രി അവകാശപ്പെട്ടതും പറഞ്ഞതും സഭയിൽ സുജിത്തിന്റെ പേരിൽ 11 കേസുകളുണ്ട്. അദ്ദേഹത്തെ മർദ്ദിച്ചതിനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി ജോൺ MLA-യും അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരെല്ലാം സംസാരിച്ചത്. അതിന്റെ മറുപടി എന്ന് പറയുന്നത് കസ്റ്റഡി മർദ്ദനത്തെ കുറിച്ചല്ല, പോലീസിന് പറ്റിയ ഗൗരവമായ വീഴ്ചയെ കുറിച്ചല്ല, പക്ഷെ അവിടെ പറഞ്ഞത് കസ്റ്റഡിയിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്ന യൂത്ത് കോൺഗ്രസിന്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുജിത്തിന് 11 കേസുകളുണ്ട് എന്നുള്ളത്. ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞ ഒരു മറുപടി ആ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് നൽകാൻ സാധിക്കുകയുള്ളൂ. കാരണം പിണറായി വിജയൻ ജനങ്ങളോടൊപ്പമല്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം.
കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ തൃശൂരും വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് നടത്തുന്ന സൗജന്യ അസിസ്റ്റന്റ് ഹാൻഡ് എംബ്രോയിഡറി പരിശീലന കോഴ്സിന്റെ ഉദ്ഘാടനവും സ്വച്ഛതാ ഹി സേവ 2025 സ്വച്ഛോത്സവത്തിന്റെ ഭാഗമായി നായരങ്ങാടി ചന്ത പരിസരത്തിന്റെ ശുചീകരണ ഉദ്ഘാടനവും വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. ജൻ ശിക്ഷൻ സംസ്ഥാൻ ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രബീന സത്യൻ, JSS റിസോഴ്സ് പേഴ്സൺ നീതു ബിനൂപ്, ജൻ ശിക്ഷൻ സംസ്ഥാന്റെ 50 ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേളയ്ക്ക് തുടക്കമായി. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി VHSC വിഭാഗത്തിലെ കുട്ടികൾ മാറ്റുരയ്ക്കുന്ന കായികമേള വാർഡ് മെമ്പർ ടി ഷാജൻ മാസ്റ്റർ സല്യൂട്ട് സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സാബു കൈനൂർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക മേഴ്സി ടീച്ചർ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ജനീർലാൽ ആശംസകൾ നേർന്നു. ഗ്രൂപ്പ് ലീഡർമാരായ അദ്നാൻ, മുഹമ്മദ് ഇമ്രാൻ, അഭിഷേക്, മുഹമ്മദ് ഷഹൽ, സുജേഷ്, ആൽബർട്ട്, പ്രിയ, രജിത എന്നിവർ നേതൃത്വം നൽകി. 3000 മീറ്റർ, 1000 മീറ്റർ, 400 മീറ്റർ, 100 മീറ്റർ ഓട്ട മത്സരങ്ങളും ഹൈജമ്പ്, ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട് എന്നീ മത്സരങ്ങളും നടന്നു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റ് ചൊവ്വന്നൂർ അഡീഷണൽ ICDS പ്രോജക്റ്റുമായി സഹകരിച്ച് സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തൃശൂർ റീജിയണൽ മാനേജർ നിതിൻ ബിലാൽ നേതൃത്വം നൽകി. ശുചിത്വമാണ് സേവനം എന്ന വിഷയത്തിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, ചൂണ്ടൽ ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് എന്നിവർ ക്ലാസ് എടുത്തു. സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൗകര്യം, തപാൽ വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ ചേരുന്നതിനുള്ള സൗകര്യം, പോഷക വിഭവ മത്സരം എന്നിവയും ഒരുക്കിയിരുന്നു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബിഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് എക്സിബിഷൻ നടത്തി. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണ കെ മേനോൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി, സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷഫീഖ്, ആരതി മേനോൻ, സയൻസ് വിഭാഗ മേധാവി MR രമ്യ എന്നിവർ സംസാരിച്ചു. വിവിധതരം സ്റ്റിൽ വർക്കിംഗ് മോഡലുകൾ പ്രദർശിപ്പിച്ച് അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ വിശദീകരിച്ചു. ഫോറൻസിക് സയൻസിന്റെ പ്രവർത്തനം, പ്രകാശത്തിന്റെ പ്രതിഫലനം, ബോൾസ് ആറ്റം മോഡൽ, രക്തചംക്രമണ സംവിധാനം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വിവിധതരം വനങ്ങൾ, പീരിയോഡിക് ടേബിൾ എന്നിവ കലാ സംയോജിത പഠന രീതിയിലൂടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തുന്ന MLA-മാർക്ക് അഭിവാദ്യം അർപ്പിച്ച് കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മറ്റം സെന്ററിൽ നടത്തിയ പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV നിവാസ്, പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, സെബീന റിറ്റോ, ജയൻ പാണ്ഡിയത്ത് എന്നിവർ നേതൃത്വം നൽകി. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ CV ശ്രീരാമന്റെ ഓർമ്മയ്ക്കായി അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ 16ാമത് അയനം CV ശ്രീരാമൻ കഥാപുരസ്കാരം S സിതാരയ്ക്ക് DC ബുക്സ് പ്രസിദ്ധീകരിച്ച അമ്ളം എന്ന ചെറുകഥാസമാഹാരമാണ് അവാർഡിന് അർഹയായത്. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വൈശാഖൻ ചെയർമാനും ഡോക്ടർ NR ഗ്രാമപ്രകാശ്, K ഗിരീഷ് കുമാർ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി തെരഞ്ഞെടുത്തത്. ഒക്ടോബർ 10 ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ കോപ്പറേറ്റീവ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ പുരസ്കാരം സമർപ്പിക്കുമെന്ന് അയനം ചെയർമാൻ വിജേഷ് എടക്കുന്നി, കൺവീനർ PV ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന MLA-മാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, മുൻ മണ്ഡലം പ്രസിഡന്റ് PP യേശുദാസ്, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുഭാഷ് തിരുത്തിയിൽ, PP രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ESI കോർപ്പറേഷനും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും ചേർന്ന് നടത്തുന്ന ബോധവൽക്കരണ പരാതി പരിഹാര യോഗം നിധി ആപ്കെ നികട്ട് 2.0 ഈ മാസം 29-ന് നടത്തും. തൃശൂർ ESI കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിൽ രാവിലെ 10 മണിക്ക് പരിപാടി ആരംഭിക്കും. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ആനുകൂല്യം സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കാനും പരാതി പരിഹാരത്തിനും അന്നേ ദിവസം പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രചാരണത്തിന്റെ ഭാഗമായി ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ സജീവമായി പ്രാബല്യത്തിൽ വരുന്ന പുതുതായി പുനരാരംഭിച്ച തൊഴിലുടമകളുടെയും ജീവനക്കാരുടെയും രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയായ
സ്പ്രീ സ്കീമിനെ കുറിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശവും നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,205 രൂപ, പവന് 81,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 135 രൂപ. ചരമം പഴഞ്ഞി പെരുന്തുരുത്തി കിഴക്കുമുറി ചീരൻവീട്ടിൽ ശാന്ത നിര്യാതയായി 72 വയസ്സായിരുന്നു. സംസ്കാരം പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു. ജോർജ് ഭർത്താവും ഷാജി, ജിജി എന്നിവർ മക്കളുമാണ്. കുന്നംകുളം വൈശ്ശേരിയിൽ താമസിക്കുന്ന കാട്ടകമ്പാൽ തോലത്ത് വറുതുണ്ണി മകൻ ജോസ് മാസ്റ്റർ നിര്യാതനായി 67 വയസ്സായിരുന്നു. റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപകനാണ്. വടുതല ഗവൺമെന്റ് UP സ്കൂൾ, പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10:30 പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. പരേതയായ ആനി ടീച്ചർ ഭാര്യയാണ്. ജെയിൻ, ജിഷമോൾ എന്നിവർ മക്കളാണ്. മുംബൈയിൽ താമസമായിരുന്ന എരുമപ്പെട്ടി മണ്ടുമ്പാൽ അന്തോണിയുടെ മകൻ ജോസ് നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടക്കും. ജെസ്സി ഭാര്യയാണ്. ജീവൻ, ജീന, ജീസു എന്നിവർ മക്കളാണ്. മഴുവഞ്ചേരി മാറോക്കി ഈനാശു നിര്യാതനായി 52 വയസ്സായിരുന്നു. സംസ്കാരം എരനെല്ലൂർ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടത്തി. ഷാജി ഭാര്യയും ഫോമിൻ, നിമ്മി എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവാവിന്റെ ആത്മഹത്യ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കള്ളക്കേസെടുത്ത് പീഡിപ്പിച്ചതിലെ മനോവിഷമത്തിലെന്നാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ 21-ന് ആരംഭിക്കും. നൃത്ത സംഗീതോത്സവം, വിശേഷാൽ പൂജകൾ, എഴുത്തിനിരുത്തൽ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരക്കിട്ട കുടുംബജീവിതത്തിൽ അച്ഛനെയും അമ്മയെയും മറന്നുപോകുന്ന സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചലച്ചിത്ര താരം TG രവി അഭിപ്രായപ്പെട്ടു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന കലോത്സവം ഉദ്ഘാടനം TG രവി നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.